ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റൈഹാൻസ് ഫാമിലി വ്ളോഗ്. അപ്പോൾ ഈ വീഡിയോ വ്യാഴാഴ്ച വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വ്യാഴാഴ്ച ഞങ്ങൾ ഇങ്ങനെ നാട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ ഇങ്ങനെ പിടിച്ചതാണ് കേട്ടോ വീഡിയോ. അപ്പോൾ എൻ്റെ മോനും മോളാണ്. ഞങ്ങൾ നാട്ടിലോട്ട് പോകാനായിട്ട് ഞാനും ഉപ്പയും പിന്നെ ഉമ്മയും പിന്നെ എൻ്റെ 2 കുട്ടികളും കൂടിയിട്ടാണ് കേട്ടോ നാട്ടിലോട്ട് പോയത്. അപ്പോൾ വ്യാഴാഴ്ച വൈകുന്നേരമായിരുന്നു കേട്ടോ നമുക്ക് ട്രെയിൻ ഉണ്ടായത്. അതായത് 7:15 കേട്ടോ ട്രെയിൻ ഉണ്ടായി. അപ്പോൾ 7:15 പുറപ്പെട്ടിട്ട് പിന്നെ 4:30 മണിയായിട്ടാണ് തൃശ്ശൂർ എത്താൻ. അപ്പോൾ രാത്രി ആയ കാരണമായാലും എന്താണെന്നറിയില്ല, നല്ല തിരക്കുണ്ടായിട്ടാണ് ട്രെയിനിൽ. പറഞ്ഞാൽ തൃശ്ശൂർ പൂരം, അതായത് വെള്ളിയാഴ്ച തൃശ്ശൂർ പൂരമായിരുന്നു. പിന്നെ ഇലക്ഷൻ ഉണ്ടായല്ലോ തമിഴ്നാട്ടിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ ആയിരിക്കണം നല്ല ട്രെയിൻ ഉണ്ടായി. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ. ട്രെയിനിൽ കയറുന്ന സമയത്തൊക്കെ കുത്തി കയറി വന്ന പോലെ, റിസർവ്ഡ് കമ്പാർട്ട്മെൻ്റ് ആയിട്ട് കൂടി കുത്തി കയറി വന്ന പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയതും. പക്ഷേ കയറി കഴിഞ്ഞപ്പോൾ പിന്നെ സെറ്റിലായിരുന്നു. പിന്നെ രാവിലെ ഞാൻ എണീച്ചപ്പോൾ എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു കേട്ടോ. എത്തിയത് നല്ല തലവേദന ആയ കാരണം ഞാൻ കുറേ നേരം കിടന്നു, ഏകദേശം 11 മണി വരെ നല്ല കിടന്നു ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മരുന്നും കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് പത്തിരി മുട്ടക്കറി ഉണ്ടായിരുന്നു, അത് കഴിച്ചിട്ട് കിടന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ 11:30 മണിക്ക് എണീക്കുമ്പോഴത്തേനും ലഞ്ച് റെഡി ആയിട്ടുണ്ടായിരുന്നു. അതായത് ഗീ റൈസ് ഉണ്ടായിരുന്നു, പിന്നെ പരിപ്പിൻ്റെ കറിയും പിന്നെ ബീഫ് കറിയുമാണ് കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ ഞാൻ എണീച്ചപ്പോൾ തന്നെ ഒരു 11:30 മണി 12 മണി ആവാനായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഗ്ലാസ് ഗ്രേപ്പ് ജ്യൂസ് അങ്ങനെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എണീച്ചപ്പം. ജ്യൂസായിട്ടും വെള്ളമായിട്ടും ഒരുപാട് കുടിക്കുന്നുണ്ടായിരുന്നു. കാരണം അവിടെ നല്ല ചൂടാണ് കേട്ടോ. ഇവിടുത്തെ ചൂട് നോക്കിയാൽ ഞങ്ങളുടെ നാട്ടിലെ ബാംഗ്ലൂരിലത്തെ ചൂടൊന്നും ഒന്നുമല്ലാന്ന് തോന്നുന്നു. നാട്ടിൽ അത്ര ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയിരുന്നു. അങ്ങനെ കൗഫ് ഓതുന്നുണ്ടായിരുന്നു കേട്ടോ. ഇരുന്നിട്ട് ഇത് ഉമ്മാൻ്റെ അനിയത്തികളായിരുന്നു കേട്ടോ. ഉമ്മാൻ്റെ ഒന്ന് എൻ്റെ നാത്തൂൻ്റെ ഉമ്മാണ് കേട്ടോ. അതായത് എൻ്റെ ആങ്ങളുടെ ഭാര്യൻ്റെ ഉമ്മാണ്. അത് ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോളാണ് കേട്ടോ, കല്യാണം കഴിച്ചിട്ടുണ്ടായത്. അപ്പോൾ അവരെ വീട്ടിലേക്കാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഉമ്മാൻ്റെ ഒരു അനിയത്തിൻ്റെ വീടാണ് കേട്ടോ അത്. അപ്പോൾ അങ്ങോട്ട് കുട്ടീനെ കാണാനും വേണ്ടിയിട്ട് അങ്ങനെ ഞാനും ഉമ്മയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ചെടികളൊക്കെ കണ്ടപ്പോൾ വെറുതെ ഒരു വീഡിയോ ഇങ്ങനെ പിടിച്ചിടാമല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ ഇട്ടതാട്ടോ. ഇത് ഇൻഡോറും വെക്കാൻ പറ്റും കേട്ടോ ഈ ചെടികൾ. ഇത് ഇൻഡോറും വെക്കാൻ പറ്റും. നല്ല എത്ര നമ്മൾ ഷെയ്ഡിൽ വെക്കുന്ന അത്ര ഇതിന് നല്ലൊരു കളർ കിട്ടും കേട്ടോ, ലീഫിന്. അങ്ങനത്തെ ഒരു ചെടിയാണ് കേട്ടോ അത്. പിന്നെ ഇത് ഇൻഡോറും വെക്കാം കേട്ടോ. ഇൻഡോറും വെക്കാം, ഔട്ട്ഡോറും വെക്കാം. അങ്ങനത്തെ ഒരു ചെടി. ഇത് വൈറ്റ് പോട്ടിലൊക്കെ ആക്കിയിട്ട് ഇൻഡോർ വെച്ചാൽ നല്ല രസം ഉണ്ടാവും കേട്ടോ അത് കാണാൻ. ഇങ്ങനെ നമ്മൾ സ്റ്റെയറിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് വെക്കുകയാണ്, സ്റ്റെപ്പിൻ്റെ സൈഡിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ. പിന്നെ ഇതും ഇൻഡോർ വെക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇതൊരു തരം ഇലയാണ് കേട്ടോ, അത് പൂവല്ല. ഒരു തരം നല്ലൊരു ചെടി പോലെ ഇങ്ങനെ തോന്നിയപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പിടിച്ച് വെച്ചിരുന്നു. കുറേ ഫ്ലവേഴ്സിൻ്റെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ, ഹാങ്കിങ്ങിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം സ്നേക്ക് പ്ലാന്റ് ഒക്കെ കണ്ടപ്പോൾ ഇങ്ങനെ വെറുതെ ഒന്ന് പിടിക്കാമല്ലോ ഇങ്ങനെ വിചാരിച്ചിങ്ങനെ പിടിച്ചതാണ് കേട്ടോ. ഫ്ലവേഴ്സിൻ്റെതൊക്കെ റോസിൻ്റെതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചെടികൾ കണ്ടാൽ പിന്നെ ഇങ്ങനെ പിടിക്കാനിങ്ങനെ തോന്നും എനിക്കൊക്കെ പെട്ടെന്ന്. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പിടിച്ചിടാമെന്ന് വിചാരിച്ച് ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വയ്ക്കാനും മറക്കരുത് കേട്ടോ. ഇനിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.